വീണ്ടും തേനീച്ച വളർത്തലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ചെയ്യുന്നത് തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടാണ്. തുടക്കക്കാരായ കർഷകരെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ കൂടുകൾ ഇതുവരെ കണ്ടിട്ടില്ല. 3 അട, 4 അട, 5 അട, 6 അട. ആ 6 അട കഴിയുമ്പോഴത്തേക്കും കൂട് ഡിവിഷൻ ചെയ്ത് വീണ്ടും 3 അടയിലേക്ക് മാറി. അങ്ങനെ അവര് പരിചരിച്ച് വരികയായിരുന്നു. എന്നാൽ ഇനി നമ്മുടെ മുമ്പിലുള്ളത് തേൻകാലമാണ്, തേൻ സീസണാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ കൂട് ഡിവിഷൻ ചെയ്യാതെ എത്രത്തോളം തേനീച്ചകളെ നമ്മുടെ കൂട്ടിൽ നിലനിർത്താൻ സാധിക്കുമോ അത്രത്തോളം തേനീച്ചകളെ ഉൾക്കൊള്ളിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ വളർച്ചാ കാലങ്ങളിൽ കൂട് ഡിവിഷൻ ചെയ്തതുപോലെ ഡിവിഷൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. തേൻകാലങ്ങളിലേക്ക് തേൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ പല രീതിയിൽ അവര് അടകൾ കെട്ടി പൊക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അട ഫുള്ളായി കഴിഞ്ഞാൽ അവർക്ക് ആ കൂട്ടിൽ വേറെ ജോലികളൊന്നുമില്ല. അപ്പോൾ അവരുടെ കൂട് നിറച്ചിട്ട് സെറ്റ് പിരിഞ്ഞു വേറൊരു തലമുറ ഉണ്ടായി വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മുകളിലേക്ക് ഹണി ചേംബറിലേക്ക് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അവിടേക്ക് അടകൾ നിർമ്മിക്കുകയും അതിലൊക്കെ തേൻ നിറച്ചു വെച്ചിട്ട് ആണീച്ചകളുടെ സെല്ല് ധാരാളമായി ഉണ്ടാക്കി അതിൽ നിന്ന് സെറ്റ് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടിൽ നിന്ന് ഉൽപാദനമൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ സെറ്റ് പിരിഞ്ഞു പോകാൻ അനുവദിക്കാതെ എത്രത്തോളം തേനീച്ചകളെ ആ കൂട്ടിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്രത്തോളം തേനീച്ചകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുകളിലേക്ക് ഹണി ചേംബറിന്റെ ഫ്രെയിമുകളിലേക്ക് ലെവലായിട്ടുള്ള രീതിയിൽ അടകൾ കെട്ടിച്ചെടുത്ത് തേൻ ശേഖരിച്ച് അത് ഫുള്ളായി വരുമ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ സൂപ്പർ ചേംബറിലേക്ക് അടകൾ വെച്ചു കൊടുക്കുന്ന രീതി പല കൂടുകൾക്കും പല സ്വഭാവങ്ങളാണ്. ആ സ്വഭാവങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുകൾ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞിരിക്കുന്ന ഒരു കൂട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് കാണുകയും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതുമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് വരുമ്പോൾ പലർക്കും ഈ തേനീച്ച അടകൾ പൊക്കാനും എടുക്കാനും ഒക്കെ പേടിയാണ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇതുവരെ നമ്മൾ സംസാരം മാത്രമേ ഉള്ളായിരുന്നു, ചെറിയ ചെറിയ വീഡിയോസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു കൂട് ഫുള്ളായിട്ട് കൈകാര്യം ചെയ്ത് നോക്കുന്ന ഒരു വിധമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ പരിശീലനം ലഭിച്ച അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് കൂട് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇത്രത്തോളം കൂട് വളർന്നപ്പോഴത്തേക്കും കൂടിനെ ഒന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസം, അതിന് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നെയും കൂടെ ക്ഷണിച്ചത്. അവിടുത്തെ കുഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നല്ല വ്യക്തമായിട്ടുള്ള ക്ലിയർ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും ഇത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയോജനപ്പെടും. ഓക്കെ, നമുക്ക് ഓരോ കൂടുകളും കൈകാര്യം ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് വ്യത്യസ്തമായ കൂടുകൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓട് വന്നു, എന്നെ തെളിച്ചാക്കി ഓട് വന്നു.
നിങ്ങൾ അതിനെ ഉപദ്രവിക്കുന്നുണ്ട്, അതാ നിങ്ങൾ അതിനെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറ്റമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് എന്തോ കാണിച്ചല്ലൊന്നും ആയിട്ടില്ല, ഇനി ആവും. ഇതൊക്കെ ഞങ്ങൾ പിരിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും കൃഷി ഈ പറയുന്ന പോലെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ജസ്റ്റ് ലൈൻ ചോദിച്ചു വയ്ക്കലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ നശിപ്പില്ല പുകച്ചതിനെ നശിപ്പിച്ച് കളയാൻ ഒരു മടി. അടുത്ത ആഴ്ച ഇതെടുത്താൽ മതി കേട്ടോ. അടുത്ത ആഴ്ച ഈ അട എടുത്തിട്ട് കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്ത് തന്നെ അടുത്ത ആഴ്ച 2-3 ആഴ്ച എടുക്കും. വേറെ കുശിപ്പ് കൊണ്ടൊന്നും ചോദിക്കുന്നതല്ല കേട്ടോ സാറേ. ഏതാ കുശിപ്പ് കൊണ്ട് ചോദിക്കുന്നതല്ല. ഇങ്ങനെ ഇത്ര ഈച്ച വരുമ്പോഴേ ഇതിനെ എങ്ങനെ ഇതിങ്ങനെ നിലനിന്ന് പോകുന്ന ഈ സെറ്റ് അടിച്ച് പോകണ്ടിങ്ങനെ ഇനി ഞാൻ പോവും. ഇനി പോയിക്ക് പോവും, സമാധാനപ്പെടും. ഇത് കാര്യമായിട്ട് നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സെറ്റ് തിരിഞ്ഞു പോകും. അത്രത്തോളം ഈച്ചയുണ്ട്. അതാ പറയുക. കാരണം എൻ്റെ കൂടെ കണ്ടു സാറ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷാമമാണ് ഈച്ചയ്ക്ക്. അത്രത്തോളം ഈച്ചയുണ്ട്. ഇനി റാണി സെല്ലുകൾ വന്നിട്ടേ സെറ്റ് അടിച്ച് പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിക്കണം. അത് ഇനിയിപ്പോൾ നല്ലോണം വിരിഞ്ഞ് ഇറങ്ങും. ഇതാന്ന് ഇളക്കി വെച്ചേക്കുന്നത്. അതല്ല ഒരു കാര്യം ഇടയ്ക്കെടുത്തല്ലോ, ഇടയ്ക്കിടണോ അതങ്ങ് മാറ്റിയിട്ട് ഇതങ്ങ് വെച്ചു അടയ്ക്കണം. ചൂടങ്ങാണ് മതി മതി, പിന്നെ വെക്കാം. ഇങ്ങനെ കുഴപ്പമില്ല. കൈ കഴിട്ടോ, കൈ കഴിട്ട് ഒന്ന് വന്നാൽ മതി. കറക്റ്റ് അതിനകത്ത് കുത്തി നോക്കി തിരിച്ചു വിടും. കൈ കഴിയിട്ട് ചെന്നാൽ കുഴപ്പമില്ല. അത് മാറ്റി ഇതിനകത്ത് അതൊക്കെ മാറ്റി. ഉണ്ട്, അത് വെക്കാം. സമാധാനപ്പെടും. ഞാൻ ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കുകയാണ്. സാറിന്റെ ഫേസും കൂടിയൊക്കെ എന്റെ ഫേസ് ഒന്നും വേണ്ട, ഇതങ്ങ് എടുത്താ മതി. എല്ലാം അങ്ങനെ ഒരുമിച്ച് അത് കൊള്ളത്തില്ല, അത് വേണ്ട. വീഡിയോ എടുക്കാതെ ഞാൻ ചെയ്യുന്നതും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്റെ കൂട്ടത്തിനകത്ത് കാലിയുള്ളതിനകത്ത് ഇട്ടാ വല്ല പ്രയോജനമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ല, ഞാൻ എന്തോ പഠിച്ചതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത് ഇച്ചിരി മൂപ്പെത്താറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയട്ടെ. അടുത്ത ആഴ്ച ഇത് തല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറഞ്ഞ കാണാം കേട്ടോ. ഇപ്പം തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പാൽ പരുവത്തിലിരിക്കുകയാണ്. ചൂടൊന്ന്
വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത പഴയ അട ഇതൊന്നും മാറ്റിയത് പോലും ഇല്ല കേട്ടോ. പഴയ അടകളെ അതൊന്നും വേണ്ട. നിൽക്കേ ഞാനിത് തരാം. എനിക്ക് പറയുന്ന കേട്ടോ, ഇവരൊക്കെ എന്തോ പഠിച്ചെന്ന്. ഇവരെന്തിനാ ഈ പഠിക്കാൻ പോയി? ഈച്ചയെ കണ്ട് പ്ലസ് ടു സാറേ. നമ്മുടെ അവിടുത്തെ സാറിൻ്റെ അവിടെ കോഡ് തുറന്നിട്ട് ഇങ്ങനെ മുനഞ്ഞിരിക്കുന്ന പോലെ ഈച്ച. അല്ല, ഇത് നിങ്ങൾ പേടിച്ചിട്ടല്ലേ വിളിച്ചേ? അതുകൊണ്ടല്ലേ അല്ലേ ഞാൻ പറയാം. എന്നിട്ട് വിഷയമൊന്നുമില്ല. അത് ആശാന്റെ അടുത്ത് വരുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനൊന്നുമില്ല. നമ്മള് കഴിയാ ഏത് മഞ്ഞ? ഇത് മഞ്ഞതാട്ടോ, മണ്ണാണ്. ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അതെ, ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പഴയ അടയാത് ഭയങ്കര കട്ടി. റെഡി ആവുന്നെങ്കിൽ ആവട്ടെ. ഏതടി? ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്രോസ് ആയിട്ടൊക്കെ അവിടെ ഭംഗിയാവും. ഇത് കട്ട് ചെയ്ത് കാണണം, തല വെട്ടി കാണണം കേട്ടോ. ഒരാഴ്ച 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അടപ്പിൽ ചെന്നാൽ അത് വളരുന്ന അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് വളരും. തൊണ്ണായിനാലോ സംശയം പറഞ്ഞത് നടക്കുമല്ലോ. വേണ്ട വേണ്ട, അതൊന്നും പണിഞ്ഞോളും. പനലുണ്ടെങ്കിൽ എടുത്താൽ കളഞ്ഞാൽ മതി. പഴയ അടയാണ്ടത്. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഈച്ച ഇത്ര ഈച്ചക്കകത്തിട്ട് പോച്ചെല്ലാം കൂടി ഇവിടെ മാടിപ്പോയാലേ അത് ഇറങ്ങിപ്പോയാലേ പണിയാവുമല്ലോ എന്ന് പേടിച്ചോ. വീഡിയോ എടുക്കാൻ അങ്ങനെ നമ്മളൊരു കോളനി തേനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഓരോ ആഴ്ചയിലും പരിശോധിക്കുകയും റാണി സെല്ല് നോക്കുകയും മുകളിലേക്ക് ഇതുമാതിരി ഫ്രെയിമുകൾ വെച്ച് കെട്ടി കൊടുക്കുകയും വേണം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു കോളനിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.